ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ബേസിക് ട്രാൻസ്ഫോർമേഷനിലുള്ളതാണ് സ്കെയിലിംഗ് എന്നുള്ളത്. സ്കെയിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് റീസൈസ് ദ ഒബ്ജക്റ്റ് എന്നാണ്. അതായത് അതിനകത്ത് ഒബ്ജക്റ്റിൻ്റെ സൈസ് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ കണ്ട രണ്ട് ട്രാൻസ്ഫോർമേഷൻസിലും റൊട്ടേഷനിലാണെങ്കിലും ട്രാൻസ്ലേഷനിലാണെങ്കിലും ഒബ്ജക്റ്റിൻ്റെ സൈസിന് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ സ്കെയിലിംഗിൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആണുള്ളത്. SX ആൻഡ് SY എന്നാണ് സ്കെയിലിംഗ് ഫാക്ടേഴ്സ്. ഈ SXും XYയും ബിറ്റ്വീൻ ലെസ് ദാൻ 1 ആണെങ്കിൽ, SX ആൻഡ് XY എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഡിക്രീസ് ചെയ്യും. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്താണോ അത് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. SXൻ്റെയും SYയുടെയും വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ. അതുപോലെ തന്നെ SXൻ്റെയും SYയുടെയും വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് അതെന്തോ ആവട്ടെ, റെക്ടാങ്കിളോ സ്ക്വയറോ എന്തോ ആവട്ടെ, ആ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ SXൻ്റെയും XYയുടെയും വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒറിജിനിലേക്ക് മൂവ് ചെയ്ത് അടുത്തടുത്ത് വരും. ഓക്കെ, അതുപോലെ ഒബ്ജക്റ്റ് ഡിക്രീസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ഒറിജിനിലേക്ക് അടുത്തടുത്ത് വരും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് SXൻ്റെയും SYയുടെയും വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ SX ആൻഡ് XY ഈക്വൽ ആണെങ്കിൽ അവിടെ ഒരു യൂണിഫോം സ്കെയിലിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഷേപ്പ് മാറില്ല. ഓക്കെ, SXും XYയും ഈക്വൽ ആണെങ്കിൽ, സ്ക്വയർ ആണെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, റെക്ടാങ്കിൾ ആണെങ്കിൽ അത് റെക്ടാങ്കിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും, സർക്കിൾ ആണെങ്കിൽ സർക്കിൾ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ SXൻ്റെയും SYയുടെയും വാല്യൂ യൂണിക് അല്ല, ഈ നോട്ട് ഈക്വൽ ആണെങ്കിൽ ആ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം സ്കെയിലിംഗ് ആയിരിക്കില്ല നടക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറി, സ്ക്വയർ മാറി റെക്ടാങ്കിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കിൾ മാറി എലിപ്സായി മാറാം. ഓക്കെ, സോ അപ്പം 4 കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, SXൻ്റെയും XYയുടെയും വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യും, ഒബ്ജക്റ്റ് ഒറിജിനിലേക്ക് അടുത്ത് വരും. ദെൻ കേസ് 2 എന്ന് പറയുന്നത് SX ആൻഡ് XY എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, അത് ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. ദെൻ SXും SYയും ഈക്വൽ ആണെങ്കിൽ അതിന്റെ മീനിങ് ഒരു യൂണിഫോം സ്കെയിലിംഗ് ആയിരിക്കും നടക്കുന്നത്. നോട്ട് ഈക്വൽ ആണെങ്കിൽ അത് ഒരു യൂണിഫോം സ്കെയിലിംഗ് നടക്കില്ല, ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഒരു കേസും കൂടെ പറയാനുള്ളത്, SXും SYയും ഈക്വൽ ടു 1 ആണെങ്കിൽ, മേ ബി ഈക്വൽ ടു 1 ആവാം, അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റിന് യാതൊരു ചേഞ്ച് സംഭവിക്കില്ല, അത് ആസ് സച്ച് റിമൈൻ ചെയ്യും. ഓക്കെ, ഇത്രയാണ് കേസസ് ഉള്ളത്. ഓക്കെ, ഇനി ന്യൂ വാല്യൂസ് X' ആൻഡ് Y' എന്ന് പറയുന്നത്, XY എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ന്യൂ കോർഡിനേറ്റ്സ് ആഫ്റ്റർ സ്കെയിലിങ്ങിന് ശേഷമുള്ള പുതിയ കോർഡിനേറ്റ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. X' ഇസ് ഈക്വൽ ടു X ഇൻറ്റു SXും Y' ഇസ് ഈക്വൽ ടു Y ഇൻറ്റു SYയും ആയിരിക്കും ഇക്വേഷൻ. അതിന് മെട്രിക്സ് ഫോമാറ്റിലേക്ക് എഴുതുകയാണെങ്കിൽ മെട്രിക്സ് X', Y' ഇസ് ഈക്വൽ ടു SX ഇൻറ്റു മെട്രിക്സ് XX 0 0 SY എന്നുള്ളത് ഇൻറ്റു മെട്രിക്സ് XY എന്നുള്ള മെട്രിക്സ് ഫോമാറ്റിലേക്ക് മാറ്റാം. ജനറലൈസ്ഡ് ഫോമിൽ നോക്കുകയാണെങ്കിൽ P' ഇസ് ഈക്വൽ ടു സ്കെയിലിംഗ് ഫാക്ടർ S ഇൻറ്റു പോയിന്റ് P, പുതിയ പോയിന്റ് P' ഇസ് ഈക്വൽ ടു സ്കെയിലിംഗ് ഫാക്ടർ S ഇൻറ്റു P. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒബ്ജക്റ്റ് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ SX ആൻഡ് XY ലെസ് ദാൻ 1 ആയതുകൊണ്ടാണ് അതിൻ്റെ സൈസ്, ഇത് ഒറിജിനൽ ആയിരുന്നു, ഇത് ആഫ്റ്റർ സ്കെയിലിംഗ് ആണ്. സോ അപ്പം അത് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്തു, അത് മാത്രമല്ല അത് ആ ഒരു ഒബ്ജക്റ്റ് ഒറിജിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ഇത് ഫസ്റ്റ് കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
സോ നമ്മളിവിടെ 2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ 4 കോർഡിനേറ്റ്സും കൊടുത്തിട്ടുണ്ട്, എ ബി സി ആൻഡ് ടി. അതുപോലെ തന്നെ സ്കെയിലിംഗ് ഫാക്ടേഴ്സിൻ്റെ എസ് എക്സ് എന്ന് പറയുന്നത് 2ഉം എസ് വൈ എന്ന് പറയുന്നത് 3യുമാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അൺഈക്വൽ ആണ്. അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കേസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ 4th കേസ് പറഞ്ഞത്, അതായത് എസ് എക്സ് ആൻഡ് എസ് വൈ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു, എന്താ പറയുക, അത് ഈക്വൽ അല്ല എന്നുള്ള കേസാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ ഈക്വൽ അല്ല എന്നുള്ള കേസ് വരുമ്പോൾ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഈക്വൽ അല്ല എങ്കിൽ അതൊരു യൂണിഫോം സ്കെയിലിംഗ് പെർഫോം ചെയ്യില്ല. അതായത് അത് അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ മാറിയിട്ട് വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എസ് എക്സും എക്സ് വൈയും ഈക്വൽ അല്ല എന്നുള്ളതാണ്, യൂണിഫോമിലല്ല അത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതിൻ്റെ അകത്ത് എസ് എക്സും എക്സ് വൈയുടെയും വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഒബ്ജക്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, അത് ഒറിജിനിൽ നിന്നും ദൂരെ പോവുകയും ചെയ്യും ആ ഒബ്ജക്റ്റ് അതിൻ്റെ ആഫ്റ്റർ സ്കെയിലിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 ആണ്, ഇതാണ് ഒറിജിൻ. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 0യും. സോ അപ്പോൾ ബി ഇവിടെയാണ്, B 2 0. ആൻഡ് സി എന്ന് പറയുന്നത് 0 2, അതായത് എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിൽ 2ഉം, ദാറ്റ് ഇസ് സി ഇവിടെയാണ് 0 2. ദെൻ ലാസ്റ്റ് കോർഡിനേറ്റ് 2 2 2 2, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് 2 2. സോ ഇപ്പോൾ നമ്മുടെ സ്ക്വയർ ബിഫോർ സ്കെയിലിംഗ് സ്ക്വയർ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഈ ഒരു കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഞാൻ വരച്ചതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ് എക്സ് എന്ന് പറയുന്നത് 2ഉം എസ് വൈ എന്ന് പറയുന്നത് 3യും ആണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ സ്കെയിലിംഗ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആൻഡ് ഡി ഡാഷ് കോർഡിനേറ്റ്സ് എന്തൊക്കെയാണുള്ളത്. സോ ഇപ്പോൾ എ 0 0 ആണ്, എ ഡാഷ് that we don't know. So for the calculate here we need to x dash is equal to, we have the equation x into sx and y dash is equal to y into sy. So here x dash is equal to x is 0 and y is 0. So 0 into sx value is 2, then 0. Y dash is equal to 0 into 3, that is sy is 3 0. So again we got a dash is 0 0. Okay, then B, the coordinate position for B 2 0. Okay, B dash, for calculating B dash, x dash is equal to x into sx, that is here x is 2, 2 into sx value is 2, that is 4. Then y dash is equal to 0 into sy, that is sy is 3, so 0. So we got B dash as 4 0. Okay, then we are moving on to C. C is 0 2, coordinate position is 0 2. We need to calculate C dash. Here x dash is equal to x into sx, that is here x is 0, 0 into sx value is 2. Okay, so 0. Y dash is equal to y into sy, that is 2 into sy value is 3, that is 6. Here we are getting, so C dash coordinate values are 0 comma 6. Okay, then finally we need to find D dash. Okay, so D dash, substituting the equation, x is 2, 2 into sx value is 2, then x dash is 4 and y dash is 2, and that is 2 into 3, that is 6. So D dash is 4 comma 6. Okay, നമുക്കിവിടെ എല്ലാ കോർഡിനേറ്റ് പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. എ ഡാഷ് ഇസ് 0 0, ബി ഡാഷ് ഇസ് 4 0 ആൻഡ് സി ഡാഷ് ഇസ് 0 6, ഡി ഡാഷ് ഇസ് 4 6. ഇനി നമുക്കിത് പ്ലോട്ട് ചെയ്യാണ് വേണ്ടത്. ആഫ്റ്റർ സ്കെയിലിംഗ് വി നീഡ് ടു പ്ലോട്ട് ദിസ് പോയിൻറ്റ്സ് ഓൺ ദ
2D plane. Okay. സോ ആ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ സ്കെയിലിംഗ്, ആഫ്റ്റർ സ്കെയിലിംഗ് എങ്ങനെയാണ് ഫിഗർ വരുന്നത്, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കോർഡിനേറ്റ് അതിന് മാറ്റമൊന്നുമില്ല, 0 എ ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. ബി ഡാഷ് 40 എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ 4ഉം വൈ ആക്സിസിൽ 0 ആണ്. സോ ദിസ് ഇസ് എ പോയിന്റ്, ബി ഡാഷ് is 40. Then next point is C dash is 06. X-axis 0 y-axis 6 ആണ്. So here we can plot this. C dash is 06. Again the last one is D dash. The coordinate values are 4, 6. So here we are plotting. Okay. So it's D dash 4, 6. Okay. ആ ഒരു സ്ക്വയർ എന്നുള്ള ഷേപ്പ് മാറിയിട്ട് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ സൈഡിലും ഈക്വൽ ആയിരുന്നു, പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4ഉം ഇവിടെ 6ഉം ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ബിഫോർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്, ബിഫോർ സ്കെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ സൈഡിലും 2 ആണ് വന്നിരിക്കുന്നത്. ഹിയേഴ്സ് 2 എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്ക്വയർ ആണ്. ആഫ്റ്റർ റീസൈസിങ് അത് റെക്റ്റാങ്കുലർ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 4 ആണ്, ഇവിടെ 4, ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. സോ അപ്പം ഇത് അതിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SX ആൻഡ് XY എന്ന് പറയുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പറയാം. സോ ഇവിടെ ഞാൻ സെയിം പോയിന്റ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, സെയിം സ്ക്വയർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് SXൻ്റെയും SYയുടെയും വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ യൂണിഫോം അല്ലായിരുന്നു. ഇവിടെ ഞാൻ യൂണിഫോം സ്കെയിലിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. അതായത് 0.5 വെച്ചിട്ടാണ്. മാത്രമല്ല അതിൻ്റെ അകത്ത് രണ്ടിൻ്റെയും വാല്യൂ, രണ്ട് സ്കെയിലിംഗ് ഫാക്ടറിൻ്റെയും വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. ഇവിടെ ഞാൻ ലെസ് ദാൻ 1 എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യം ഇതൊക്കെയാണ്. ഒന്ന്, ഇത് 0-നേക്കാളും കുറവ്, മീൻസ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വാല്യൂ, ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത് ഒറിജിനലിലേക്ക് ഈ ഒബ്ജക്റ്റ് അടുത്ത് വരികയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സോ അപ്പോൾ ഞാൻ കോർഡിനേറ്റ് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. A dash, B dash, C dash and D dash. So A0, 0. We need to find A dash. So X dash is equal to X into X. 0 into here 0.5. Anyways നമുക്ക് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. Y dash is again Y into SY. 0 into 0.5. 0 തന്നെയാണ് കിട്ടുന്നത്. സോ അപ്പോൾ A ഡാഷിൻ്റെ പോയിൻറ്റ്സ് 0 ആണ്. ബി എന്ന് പറയുന്നത് പോയിന്റ് എന്ന് പറയുന്നത് 20 ആണ് കോർഡിനേറ്റ് പൊസിഷൻ. സോ അപ്പം 2 ആകുമ്പോഴത്തേക്കും X dash is equal to 2 into 0.5 which is equal to 1. Y dash is equal to 0 into 0.5, 0 കിട്ടും. സോ B ഡാഷിൻ്റെ വാല്യൂ കിട്ടുന്നത് 10 ആണ്. ഓക്കെ. അപ്പം ബി ഡാഷിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 10 ആണ്. എഗെയിൻ നമുക്ക് സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 2 ആണ് ഇപ്പോഴത്തെ കോർഡിനേറ്റ്സ്. ആഫ്റ്റർ സ്കെയിലിംഗ് സി ഡാഷ് ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡയറക്റ്റ്. 0 into 0.5, 0 കിട്ടും. ദെൻ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2 into 0.5, 1 കിട്ടും. സോ സി ഡാഷിൻ്റെ പോയിൻറ്റ്സ് കിട്ടുന്നത് 0, 1 എന്നുള്ളതായിരുന്നു. 0, 2 ആയിരുന്നു, അത് 0, 1 ആയിട്ട് മാറി. ദെൻ ലാസ്റ്റ് ഡി എന്ന് പറയുന്നത് 2, 3 ആണ്. അത് ഡി ഡാഷ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 into 0.5 which is equal to 1. Then y dash is equal to 2, 3 അല്ല കേട്ടോ, 2, 2 ആണ്. മിസ്റ്റേക്ക് ചെയ്തതാണ്, സോറി. 2 into എങ്കിലല്ലേ അത് സ്ക്വയർ ആവുള്ളൂ. സോ അപ്പം ഡി ഡാഷിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1, 1 ആണ്.
ഓക്കെ, നമുക്ക് എല്ലാ പോയിൻറ്റ്സിൻ്റെയും ന്യൂ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആഫ്റ്റർ സ്കെയിലിംഗ്. A'00, B'10, C'01, D'11. നമുക്കിത് വെച്ചിട്ട് റീപ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കാം, കാരണം ഇതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കാം. ഇതിനകത്ത് തന്നെ കാണിക്കുകയാണെങ്കിൽ A' ഇവിടെ തന്നെയാണ് 00, റൈറ്റ്. B' 10. സോ ഇപ്പോൾ B' പോയിന്റ് ഇത് വരും 10. ഓക്കെ, C' 01. സോ ഇപ്പോൾ C' 01, ലാസ്റ്റ് 11, D'11. നമുക്ക് കിട്ടുന്ന സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ട് തന്നെ ആയിരിക്കും അത്, പക്ഷെ അത് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഒറിജിനലിലേക്ക് കുറച്ചും കൂടെ ഒബ്ജക്റ്റ് ക്ലോസറായി. പിന്നെ അതിൻ്റെ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, സ്കെയിലിംഗ് ഫാക്ടേഴ്സ് എന്താണ് യൂണിഫോം വേയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡിക്രിമെൻറ്റിങ് നടന്നിരിക്കുന്നത് യൂണിഫോം ആയിട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് മാറാത്തത്. അപ്പോൾ ഇത്രയാണ് 2 എക്സാമ്പിൾസ്.